നിങ്ങളിലേക്കുള്ള പണത്തിൻ്റെ വരവിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങൾ തന്നെയാണെന്ന് എത്ര പേർക്കറിയാം? ഇതെങ്ങനെയാണെന്നല്ലേ? നമ്മൾ ദിവസവും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്കായി കാശായിട്ടും ഓൺലൈനിലൂടെയും പണം ചെലവഴിക്കുന്നുണ്ട്. ഓരോ പണം ചെലവഴിക്കുമ്പോഴും നമ്മുടെ മാനസികാവസ്ഥ എന്താണ്? പണം നഷ്ടപ്പോയോ എന്നുള്ളൊരു ചിന്തയാണോ? അല്ലെങ്കിൽ പണം തീർന്നുപോയി എന്നൊരു തോന്നലാണോ ഉണ്ടാവാറുള്ളത്? എങ്കിൽ ഇതാണ് നമ്മളിലേക്ക് പണപ്രവാഹത്തിൻ്റെ പ്രധാനമായി തടസ്സം വരുന്നത്. എന്നാൽ നമുക്ക് തന്നെ ഇത് മാറ്റാനും കഴിയും. മനസ്സ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ന്യൂട്ടന്റെ മൂന്നാം നിയമം അനുസരിച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ ആ നഷ്ടപ്പെടുന്ന ഫീലിംഗ് അനുസരിച്ച് അത് നമ്മുടെ പണത്തിൻ്റെ വരവിനെയും സ്വാധീനിക്കുന്നത്. എന്നാൽ ഇതിന് പരിഹരിക്കാനായി നമ്മൾ ഓരോ ആവശ്യത്തിനും പണം ചിലവിടുമ്പോൾ ആ സമയത്ത് നമുക്ക് ആവശ്യത്തിന് പണമുണ്ടല്ലോ എന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോ ട്രാൻസാക്ഷനും സന്തോഷത്തോടെ നടത്തുക. കാരണം നമ്മൾ പണം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും അത് നമുക്ക് ഇരട്ടിയായി തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിലോ നമ്മൾ എത്ര സന്തോഷത്തോടെയായിരിക്കും ആ പണം ചെലവഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ പൈസ കൊടുക്കുമ്പോൾ കൊടുക്കുന്ന വ്യക്തിക്ക് എല്ലാ ഐശ്വര്യങ്ങളും എല്ലാ സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈസ കൊടുക്കുക. ഈ പൈസ കൊണ്ട് അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. അപ്പോൾ പണം പോകുന്നതിനെ കുറിച്ചുള്ള നമുക്ക് വിഷമമില്ല, പണം സ്വീകരിച്ച വ്യക്തിയോടും നമുക്ക് വിഷമമില്ല. തൽഫലമായി പണത്തിനോടുള്ള നമ്മുടെ ബന്ധം മെച്ചപ്പെടുന്നു. ഇതേ രീതിയിൽ സന്തോഷത്തോടെ ഓരോ ട്രാൻസാക്ഷൻ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളിലേക്കുള്ള പണവും വർദ്ധിക്കും.